നമസ്കാരം, എല്ലാവർക്കും എയിം സ്റ്റഡീസ് എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ HSST പരീക്ഷയ്ക്കായി നിരവധി പേരാണ് അപേക്ഷ അയച്ചിട്ടുള്ളത് അല്ലെ. തകൃതിയായി തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ടാവും. മെയിലാണ് നമ്മുടെ പരീക്ഷ. അപ്പൊ എത്ര ആളുകളുമായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് എന്നറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അപ്പൊ HSSTയുടെ അപേക്ഷകരുടെ എണ്ണം ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ ഓരോ സബ്ജക്റ്റിലും എത്ര അപേക്ഷകളാണ് പോയിട്ടുള്ളത് എന്ന കാര്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. ഓക്കെ, നമ്മുടെ HSSTയുമായി ബന്ധപ്പെട്ട നിരവധി ഫ്രീ ക്ലാസ്സുകൾ എയിം സ്റ്റഡി സെന്ററിന്റെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലഭിക്കും കേട്ടോ. അതേപോലെ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്കും അതേപോലെ തന്നെ നമ്മുടെ എയിം സ്റ്റഡി സെന്റർ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ ലിങ്കും കൂടെ കമന്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കൂടെ ജോയിൻ ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, HSST ഏത് സബ്ജക്റ്റ് ആണ് എക്സാം എഴുതുന്നത് എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ആയിട്ട് കൂടെ കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ HSSTയുടെ ഓരോ ജില്ലയിലെയും അപേക്ഷകരുടെ എണ്ണം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മനസ്സിലാക്കാം. അതിനു മുമ്പ് HSST എക്കണോമിക്സിന്റെ പുതിയ 45 ഡേയ്സ് ക്രാഷ് കോഴ്സ് എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുകയാണ്. അപ്പൊ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. നിരവധി സ്പെഷ്യൽ ഫീച്ചേഴ്സോട് കൂടെ തന്നെയാണ് HSSTയുടെ ഈ സ്പെഷ്യൽ ബാച്ച് നമ്മൾ ആരംഭിക്കുന്നത്. ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളും അതിന്റെ എല്ലാം PDF മെറ്റീരിയലും സിസ്റ്റമാറ്റിക് ഒരു സ്റ്റഡി പ്ലാൻ, ഡെയിലി ടൈം ടേബിൾ, വീക്ക്ലി റിവിഷൻ എക്സാംസ്, അതേപോലെ തന്നെ നിരവധി ലൈവ് ക്ലാസ്സുകൾ, 5 മോഡൽ എക്സാംസ്, PYQ, മൊഡ്യൂൾ വൈസ് MCQs, പേഴ്സണൽ മെന്റർഷിപ്പ്, ഫോളോ അപ്പ് എല്ലാം വരുന്ന ഒരു സ്പെഷ്യൽ ബാച്ച് തന്നെയാണ് എയിം സ്റ്റഡി സെന്റർ HSST എക്കണോമിക്സിനായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537080 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അത് മാത്രമല്ല, നമ്മളുടെ HSSTയുമായി ബന്ധപ്പെട്ട നിരവധി ഫ്രീ ക്ലാസ്സുകൾ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഫ്രണ്ട്സിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെയാണ്. അപ്പോൾ HSSTയുടെ 16 വിഷയങ്ങൾക്കാണ് ഈ വരുന്ന മെയ്യിൽ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് അല്ലെ. ഏതൊക്കെയാണ്? മാത്തമാറ്റിക്സ്, ജേർണലിസം, ജിയോളജി, ഹോം സയൻസ്, ജോഗ്രഫി, സൈക്കോളജി, കന്നഡ, സ്റ്റാറ്റിസ്റ്റിക്സ്, പൊളിറ്റിക്സ്, ഫിസിക്സ്, സോഷ്യോളജി, ബോട്ടണി, എക്കണോമിക്സ്, സുവോളജി എന്നീ വിഷയങ്ങൾക്കാണ് നമുക്ക് ഇപ്പോൾ എക്സാം മെയ്യിൽ നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിൽ മാത്തമാറ്റിക്സിൽ ആദ്യം അപേക്ഷകരുടെ എണ്ണം 4447 അപേക്ഷകരിൽ 4202 ആളുകൾ മാത്രമാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത്. ബാക്കി 245 അപേക്ഷകൾ അസാധുവായി, അതായത് റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, കൺഫർമേഷൻ നൽകിയിട്ടില്ല. ജേർണലിസത്തിൽ 378 ആളുകളിൽ 355 ആളുകൾ മാത്രമാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത്. ജിയോളജി 328 അപേക്ഷകരിൽ 290 ആളുകൾ മാത്രമാണ് കൺഫർമേഷൻ നൽകിയത്. ഹോം സയൻസിൽ 177ൽ 152 ആളുകൾ മാത്രം കൺഫർമേഷൻ നൽകി. ജോഗ്രഫി 360ൽ 346 ആളുകൾ മാത്രമാണ് കൺഫർമേഷൻ നൽകിയത്. അതേപോലെ സൈക്കോളജിയിൽ 862 അപേക്ഷകരിൽ 781 ആളുകൾ കൺഫർമേഷൻ നൽകിയിട്ടുണ്ട്. കന്നഡ 61ൽ 58 ആളുകൾ മാത്രമാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സിലാണെങ്കിൽ 296ൽ 268 ആളുകൾ കൺഫർമേഷൻ നൽകിയിട്ടുണ്ട്, അതായത് 28 ആളുകൾ നൽകിയിട്ടില്ല. ഇതിൽ ഫിസിക്സിൽ നോക്കിക്കോളാം, 4203 അപേക്ഷകരിൽ 3866 പേരാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത്, അതായത് 337 ആളുകൾ കൺഫർമേഷൻ നൽകിയിട്ടില്ല. സോഷ്യോളജി 1063ൽ 1004 ആളുകളും കൺഫർമേഷൻ നൽകിയിട്ടുണ്ട്. ബോട്ടണി 2666 ആളുകളിൽ 2535 ആളുകൾ കൺഫർമേഷൻ നൽകി. 131 ആളുകളുടെ കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല. എക്കണോമിക്സ് 3235 അപേക്ഷകരിൽ 3072 ആളുകളാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത്. അതിൽ 163 ആളുകളുടെ അസാധുവായി പോയിട്ടുണ്ട്. സുവോളജി 3331 ഒഴിവുകളിൽ 3170 പേരാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത്. 161 ആളുകളുടെ കൺഫർമേഷൻ നൽകിയിട്ടില്ല. ടോട്ടലി 1846 അപേക്ഷകർ റദ്ദായിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക. ഇത്രത്തോളം വേക്കൻസീസ് അല്ലെങ്കിൽ ഇത്രത്തോളം ആളുകൾ പരീക്ഷ കൺഫർമേഷൻ നൽകിയിട്ടില്ല. അതേപോലെ നമ്മളോട് കോമ്പീറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഏകദേശം നമുക്ക് മനസ്സിലായി അല്ലെ. ഇത്രയും ആളുകളുമായിട്ടാണ് നമ്മൾ മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു രീതിയിലുള്ള പഠനമൊന്നും പോരാ, സമഗ്രമായി തന്നെ നമ്മൾ പഠിക്കണം. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാലാണ് നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കുക. HSST എന്നൊക്കെ പറയുന്നത് നിയമന സാധ്യതകൾ നല്ലൊരു സാലറി സ്കെയിലാണ്, പക്ഷെ നിയമനങ്ങൾ വളരെ കുറച്ചാണ്. അപ്പോൾ ഒരു ഉയർന്ന റാങ്ക് ഉറപ്പിക്കണം, അതിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് തന്നെ നമ്മൾ ചെയ്യണം. കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോടുകൂടി കൃത്യമായി സിസ്റ്റമാറ്റിക് ആയി തന്നെ പഠിച്ചു പോകണം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായി പഠിച്ചു പോവുക. നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ HSST എക്കണോമിക്സിന് വേണ്ടിയുള്ള പുതിയ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537080 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
അതേപോലെ തന്നെ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ LP-UP ലോങ് ടേം ബാച്ചുകൾ ഇത് ആരംഭിക്കുകയാണ്. നിരവധി പുതിയ തസ്തികകളെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമാണ്. അപ്പോൾ LP-UPക്കും നിരവധി വേക്കൻസികൾ ഇനി റിപ്പോർട്ട് ചെയ്യും. അതിനായുള്ള പ്രിപ്പറേഷൻസ് കൂടെ ഒപ്പം നമ്മൾ കൊണ്ടുപോകണം. BEd ക്വാളിഫൈഡ് ആയവരാണ്. സോ UPSC എന്ന് പറയുന്ന ഒരു വലിയൊരു അവസരം നമ്മൾക്ക് മുൻപിലുണ്ട്. അത് കാണാതെ പോകരുത്. അതിനുള്ള പ്രിപ്പറേഷൻസും ഒപ്പം തന്നെ ആരംഭിക്കണം. ഈ 2026 അവസാനം തന്നെ അതിനുള്ള നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. 27 പരീക്ഷയും വരും. അപ്പോൾ ഈ LP-UP എന്ന അവസരം കാണാതെ പോവരുത്. അതിനുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കുക. LP-UP ലോങ് ടേം ബാച്ചുകൾ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട്. ഫ്രണ്ട്സിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. മറ്റൊരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.